ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റുള്ള പപ്പായ അച്ചാർ അല്ലെങ്കിൽ ഓമക്കായ അച്ചാറാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ അച്ചാർ നല്ല രുചിയുള്ള അച്ചാറാണ് കേട്ടോ. ശരിക്കും മാങ്ങ അച്ചാറൊക്കെ പോലെ തന്നെ ഇരിക്കും ഈ ഓമക്കായ അല്ലെങ്കിൽ പപ്പായ അച്ചാറും. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ഓമക്കായ കൊണ്ടാണ് ഇത് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതൊരു 250 ഗ്രാം ഉണ്ട്. അപ്പോൾ ഇതാദ്യം ഇതിൻ്റെ ഉള്ളിലുള്ള പാലൊന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ കറ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് മീതെ ഇങ്ങനെ കൊത്തി കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് അത് വെക്കുക. എന്നിട്ട് അതൊന്ന് കഴുകിയെടുക്കുക കേട്ടോ. അങ്ങനെ കൊത്തുന്നത് എന്തിനാണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ കറയൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് പോരും. അതിനുശേഷം ഇതിങ്ങനെ കഴുകിയിട്ട് രണ്ടായിട്ടൊന്ന് മുറിക്കുക. എന്നിട്ട് അതിൻ്റെ തൊലി ചെത്തിയെടുക്കുക. തൊലി ചെത്തിയിട്ട് നമ്മൾ സാധാരണ മാങ്ങാക്കറി ഉണ്ടാക്കില്ലേ, അതായത് മാങ്ങ അച്ചാർ ഉണ്ടാക്കില്ലേ, അതുപോലെ നുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ നുറുക്കിയെടുത്തതാണത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ ഉപ്പിട്ടിട്ട് ഈ ഓമക്കായ കുറച്ച് നേരം ഒന്ന് വെക്കാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അങ്ങനെ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ചെയ്യാണ്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റുള്ള സാധനങ്ങൾ: കുറച്ച് കറിവേപ്പില വേണം, പിന്നെ 2-3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞത്, പിന്നെ ഉണക്കമുളക് വേണം, പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി ഒരു 3-4 നീളത്തിൽ അരിഞ്ഞത് അതും വേണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം. അപ്പോൾ ഇനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. അപ്പോൾ പൊതുവെ അച്ചാർ നല്ലെണ്ണയിൽ ഉണ്ടാക്കിയാലായിരിക്കുമല്ലോ ടേസ്റ്റ്. അപ്പോൾ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇനിയിപ്പോൾ ഇത് എണ്ണ ചൂടായി വരുമ്പോൾ നുറുക്കി വെച്ച പപ്പായ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വഴറ്റുക. കുറേ നേരം ഇട്ടിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 3 മിനിറ്റൊക്കെ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം കേട്ടോ. കൂട്ടി വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ പപ്പായ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല ഫ്രഷ് ആയിട്ടുള്ള പപ്പായ എടുക്കണം. വാടിപ്പോയ പപ്പായൊന്നും വെച്ചിട്ട് ഉണ്ടാക്കരുത്, അപ്പോൾ ആ ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇത് കോരി മാറ്റാം. അപ്പോൾ പപ്പായ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി എണ്ണയിൽ, ഇപ്പോൾ എനിക്കിതിൽ ബാക്കി എണ്ണ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ എണ്ണ ഇനി ചേർക്കുന്നില്ല. നിങ്ങളിപ്പോൾ ഒഴിക്കുമ്പോൾ എണ്ണ ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്തോളൂ. അതിലേക്ക് 1 സ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് ഇടുക. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഉണക്കമുളക് ഇടുക, അല്ലെങ്കിൽ കരിഞ്ഞു പോട്ടോ. കറിവേപ്പില ചേർക്കുക, പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചേർക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റുക. ഇങ്ങനെ ബ്രൗൺ നിറമൊന്നും ആക്കേണ്ട ആവശ്യമില്ല, ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയാൽ മതി. അപ്പോൾ എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുക. 3 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആയാലും മതി കേട്ടോ. എരിവ് കൂടുതലുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണൊക്കെ മതിയായിരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോൾ കാശ്മീരി ചില്ലി മിക്സ് ചെയ്ത മുളക് പൊടിയാണ്, അധികം എരിവില്ല. ഒരു 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. മഞ്ഞൾപ്പൊടി ഞാൻ പറഞ്ഞ പോലെ 1/4 ടീസ്പൂൺ. അധികം മഞ്ഞൾപ്പൊടി അച്ചാറിൽ ചേർക്കരുത്, കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വല്ലാതെ ചൂടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്താൽ മതി. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താലും മതി കേട്ടോ. കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. അപ്പോൾ ആ മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഒരു പ്രത്യേക ടേസ്റ്റാണ് പുളിവെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ വിനീഗർ ഇഷ്ടമില്ലാത്തവർക്ക് അല്ലെങ്കിൽ വയറിന് പ്രോബ്ലം ഉള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു ചെറുനാരങ്ങ അല്ലെങ്കിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചാൽ മതി. അതിപ്പോൾ എത്രയും നിങ്ങൾക്ക് പുളി വേണ്ട വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കുക. പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർക്കുക കേട്ടോ. പുളി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചേർക്കാം. കുറച്ചും കൂടിയും പുളി കൂടുതൽ പിഴിഞ്ഞൊഴിക്കാം. എന്നിട്ട് ആ പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവണം. ഒരു 1/4 കപ്പ് വെള്ളത്തിൽ പുളി നന്നായിട്ട് കുതിർത്തി വയ്ക്കുക. കുതിർത്തി വെച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഒരു നെല്ലിക്ക വലുപ്പത്തിലാണ് അപ്പോൾ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ പുളി വേണമെങ്കിൽ കുറച്ചും കൂടിയും കൂടുതൽ എടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഒഴിക്കാവുന്നതാണ്.
അടുപ്പിൽ നിന്ന് മാറ്റുന്നതിൻ്റെ മുന്നേ ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പച്ചച്ചുവ വരും. ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആദ്യമേ തന്നെ പുളി കുറച്ച് കൂടുതൽ വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് ഒഴിക്കുന്നതെങ്കിൽ പിന്നീട് ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പുളിവെള്ളം തന്നെ മതിയാവും. അതാണ് അച്ചാറിന് കൂടുതൽ നല്ലതും. അങ്ങനെ ആകുമ്പോൾ അച്ചാർ പെട്ടെന്ന് കേടുവരില്ല. ഞാൻ വെള്ളം ചേർക്കാൻ കാരണം ഞാൻ പുളിവെള്ളം വളരെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ പുളി കുതിർത്താനിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ പുളി കുതിർത്തി പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ പുളി ഒന്ന് വെന്തിട്ട് ഇങ്ങനെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഈ പപ്പായ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നിങ്ങൾ ഒന്നും കൂടി പുളിയൊക്കെ നോക്കിക്കോളൂ കേട്ടോ, കറക്റ്റ് അല്ലേന്ന്. കാരണം ഈ ഒഴിച്ച പുളി വേണം ഈ പപ്പായയിലേക്ക് പിടിച്ചിട്ട് ആ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ. നല്ല ടേസ്റ്റാണ് ഇതുപോലെ പുളി ഒഴിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. ശരിക്കും ഒരു മാങ്ങ കറിയുടെയൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. മാങ്ങ അച്ചാറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി പുളി വേണ്ട, നിങ്ങൾക്ക് വിനീഗറാണ് ഒഴിക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചോളൂ. അപ്പോൾ കറക്റ്റായിരിക്കും പുളി. എന്നിട്ട് ആ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഈ പപ്പായ കഷ്ണം ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഒരു നുള്ളേ ചേർക്കാവൂ, കൂടുതലൊന്നും ചേർക്കരുത്. എല്ലാ രുചികളും, അതായത് എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ള് പഞ്ചസാര ചേർക്കുന്നത്. അവസാനം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ഏറ്റവും അവസാനം ചേർത്താൽ മതി. ഉലുവ ഒന്ന് ചൂടാക്കിയിട്ട് വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഒന്ന് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അവസാനം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുന്നുണ്ട്. പക്ഷേ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ വിനീഗർ കഴിക്കാൻ പറ്റാത്ത ആളുകളൊന്നും ഇത് ചെയ്യണ്ട. നമ്മൾ പുളി ഒഴിച്ചിട്ടുണ്ട്, അത് മതിയാവും. അപ്പോൾ ഞാൻ 1 ടീസ്പൂണാണ് ഒഴിച്ചിട്ടുള്ളൂ. 1 ടീസ്പൂൺ അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ ഗ്ലാസ് ജാറിൽ ആക്കി വയ്ക്കുക കേട്ടോ. ആക്കിയിട്ട് ഇതിലേക്ക് മസാല ഒന്ന് പിടിക്കാൻ 2-3 ദിവസം ഒന്ന് പുറത്ത് വയ്ക്കുക. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കേടുവന്ന് പോവും. പപ്പായയിലേക്ക് നന്നായിട്ട് പുളിയും എരിവൊക്കെ പിടിച്ചതിൻ്റെ ശേഷം മാത്രമേ ഫ്രിഡ്ജിലേക്ക് വെക്കാവൂ. അപ്പോൾ അതാ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.